10th സ്റ്റാൻഡേർഡ് ന്യൂ SCERT സിലബസ് ഹിസ്റ്ററി ചാപ്റ്റർ 3 സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പങ്ങളിലൂടെ ഈ പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം. എന്താണ് സാമാന്യ ബോധജ്ഞാനം? വ്യക്തിപരമായ അറിവുകൾ, വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം. സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം. എക്സാമ്പിൾ: ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം. എന്താണ് സാമൂഹിക പ്രശ്നം? സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. ഓരോ വ്യക്തിക്കും ഇത് വ്യത്യസ്തമായിരിക്കും. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. ഓരോ വ്യക്തിക്കും ഇത് വ്യത്യസ്തമായിരിക്കും. അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാലേ ഉയർന്ന സ്കോർ ലഭിക്കൂ. ഇതെല്ലാവർക്കും ഒരുപോലെയല്ല. സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ പലപ്പോഴും ഭാഗികമാണ്. ഓരോ വ്യക്തിക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാലേ ഉയർന്ന സ്കോർ ലഭിക്കൂ. പക്ഷേ ഇതെല്ലാവർക്കും ഒരുപോലെയല്ല. സാമാന്യ ബോധജ്ഞാനം പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളെ പൂർണ്ണമായും കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു. സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു, വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കുന്നു, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല സാമാന്യ ബോധജ്ഞാനം പ്രവർത്തിക്കുന്നത്. ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ശീലങ്ങളെയോ ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു, വാർപ്പ് മാതൃകളെ അടിസ്ഥാനമാക്കുന്നു, ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല സാമൂഹ്യ ബോധജ്ഞാനം പ്രവർത്തിക്കുന്നത്. ഭാഗികമായ അറിവുകൾ മാത്രം നൽകുന്നു. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പാഠഭാഗം കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ്. നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എങ്കിലും ഈ പാഠഭാഗം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ പാഠഭാഗം കൂടി നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് സാമൂഹിക ഘടകങ്ങൾ. വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. ഏതൊക്കെയാണ് സാമൂഹിക ഘടകങ്ങൾ? കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതികവിദ്യ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം. എന്താണ് സാമൂഹിക വിശകലനം? സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സാമൂഹിക ശാസ്ത്രം. സമൂഹശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകരാണ് കാൾ മാർക്സ്, എമിൽ ദുർകീം, മാക്സ് വെബർ. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകർ ആരൊക്കെയാണ്? കാൾ മാർക്സ്, എമിൽ ദുർകീം, മാക്സ് വെബർ. സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ തുടങ്ങിയവ. സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ. സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ്.
എന്തൊക്കെയാണ് പറഞ്ഞത്? സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ തുടങ്ങിയവ. സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ. സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ്. സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. എക്സാമ്പിൾ: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നീതിന്യായ സ്ഥാപനങ്ങൾ. വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഘടനയാണ്. എക്സാമ്പിൾ: സമൂഹത്തിലെ വഴക്കങ്ങൾ, ചട്ടങ്ങൾ. വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഘടനയാണ്. വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം. വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം. അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ്സ് മിൽസ് 1959 രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം ആദ്യമായി അവതരിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമൂഹശാസ്ത്ര സങ്കല്പം ആദ്യമായി അവതരിക്കപ്പെട്ട പുസ്തകം ഏതാണ്? അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസ് 1959 രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ: 1. വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. 2. സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. 3. സ്വയം പ്രതിഫലം സാധ്യമാക്കുന്നു. അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. വിമർശനാത്മക ചിന്ത വളർത്തുന്നു. ഗുണകരമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെയാണ് സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ? വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. സ്വയം പ്രതിഫലം സാധ്യമാക്കുന്നു. അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. വിമർശനാത്മക ചിന്ത വളർത്തുന്നു. ഗുണകരമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന കൃതി രചിച്ചത് എമിൽ ദുർഗീമിൻ്റെ കൃതിയാണ് സൂയിസൈഡ്. അപ്പോൾ ഈ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത് സമൂഹശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകർ ആരൊക്കെയായിരുന്നു? കാൾ മാർക്സ്, എമിൽ ദുർഗീം, മാക്സ് വെബർ. അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ് മിൽസ് 1959 രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം ആദ്യമായി അവതരിക്കപ്പെടുന്നത്. ഏത് പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്? ചാൾസ് റൈറ്റ്സ് മിൽസ്, അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ ചാൾസ് റൈറ്റ്സ് മിൽ 1959 രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇതാണ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് ആദ്യമായി സമൂഹശാസ്ത്ര സങ്കല്പം അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് രചിച്ചതാരാണ്? അത് എമിൽ ദുർഗീമിൻ്റെ കൃതിയാണ് സൂയിസൈഡ്. അപ്പോൾ ഇത്രയുമാണ് ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്.